ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഗെറ്റപ്പൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് വീണ്ടും ഒരു ട്രിപ്പ് പോവാണ്, വീണ്ടും ഒരു വ്ളോഗാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വേറൊരു ഹോട്ടലിലേക്കാണ്. ഇന്ന് നമ്മൾ പോകുന്നത് റിക്സോസ് ബാബൽ ബഹർ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കാണ്. ഇത് UAE-യിലത്തെ തന്നെ 5 സ്റ്റാർ ഹോട്ടലാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു നാഷണൽ ഹോളിഡേയ്സിന് നമ്മൾ ഈ ഒരു റാസൽ കൈമയിലാണ് ഈ ഒരു ഹോട്ടൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ടെക് ബാഗ് ഒക്കെ പാക്ക് ചെയ്യാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഫുള്ള് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയങ്ങളെ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമേ കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റിക്സോസ് ബാബൽ ബഹറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് റാസൽ കൈമയിൽ തന്നെ മർജാൻ ഐലൻഡാണ്. മർജാൻ ഐലൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു റാസൽ കൈമയുടെ തന്നെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ലാൻഡ് മാർക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മർജാൻ ഐലൻഡിലൊക്കെ ചുറ്റി കറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു റിസോർട്ടിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മർജാൻ ഐലൻഡിലേക്കുള്ള യാത്രയുടെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ കാണുന്ന ഈ ഒരു റോട്ടിൽ ഇറങ്ങുന്ന ഒരു ഒട്ടകമാണ്. മരുഭൂമിയുടെ ഇടയിലായതുകൊണ്ട് തന്നെ ഒരുപാട് ഒട്ടകങ്ങൾ ഈ ഒരു പകൽ വെളിച്ചത്തിൽ രാത്രിയിലൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുക. അപ്പം അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ മനോഹരമായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഈ ഒരു ഒട്ടകത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു റിക്സോസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് അല്ല കയറുന്നത്, നമ്മൾ ഈ ഒരു മർജാൻ ഐലൻഡാണ് ചുറ്റി കറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു റിക്സോസിലേക്ക് നമ്മളത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ചെക്കിംഗ് ആണ്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം പോകാൻ. നമ്മൾ ഒരു കാര്യത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യരുത്. അപ്പോൾ ഇവിടെ ചെക്കിംഗ് ഉണ്ട്. നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ വളരെ നല്ല തിരക്കൊക്കെ ആയിരിക്കും.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റിക്സോസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു റിക്സോസിൻ്റെ ഇൻസൈഡ് എന്ന് പറയുന്നത്. വളരെ വലിയൊരു പ്രീമിയം 5 സ്റ്റാർ ഹോട്ടൽ തന്നെയാണിത്. അപ്പോൾ ഈ ഒരു നാഷണൽ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഫുള്ളി ബുക്ക്ഡാണ് ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം വളരെ വലിയൊരു റിസോർട്ടാണ്. നമുക്കിപ്പോൾ ഇവിടെയാണ് ഈ ഒരു പാർക്കിംഗ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിക്സോസിൻ്റെ ഒരു എംബ്ലം കാണാം, റിക്സോസ് ബാബൽ ബഹാർ. അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഫുൾ വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഫുൾ വ്യൂ തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു റിക്സോസ് ഹോട്ടലിൻ്റെ തന്നെ. അപ്പോൾ ഇതിൽ 4-5 ഏതോ ആണ് നമ്മുടെ റൂം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റിസോർട്ടിൽ വന്ന് നമ്മളിപ്പോൾ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ലഞ്ച് കഴിക്കാനായിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് റൂമിൽ പോകുന്നത്. കാരണം ഇവിടെ ഒരു ലേറ്റ് ചെക്ക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ലഞ്ച് കഴിച്ചിട്ട് വേണം ഈ ഒരു റിസോർട്ടിലേക്ക് പോകാൻ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇതൊരു ബുഫേ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ വളരെയധികം ഒരുപാട് ഫുഡ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ വയറൊക്കെ ഹെവിയായി നിറഞ്ഞു പോകുന്ന അത്രയും ഫുഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പങ്കെടുക്കാൻ പോലും നമുക്ക് ടൈം ഉണ്ടാവും എന്നുള്ളത് സംശയകരമാണ്. കാരണം ഒരുപാട് ഫുഡ്സ് ഉണ്ട്. ഞാനതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ അതിൻ്റെ വിഷ്വൽസിലേക്ക് പോകാം. ഓക്കെ, നമ്മളിവിടെ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കഴിക്കേണ്ട ഒരു ചടങ്ങാണ്. നമ്മളിവിടെ ഫുൾ അൺലിമിറ്റഡ് ഫുഡാണ്. നമുക്ക് ഇന്ന് ഉച്ച തൊട്ട് നാളെ ഉച്ച വരെയുള്ളത് ഫുള്ളും അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡാണ്. എത്ര വേണമെങ്കിലും നമുക്ക് ഈ ഒരു 7 റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ. അതിന് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പൊ ഇനി ഇത് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മളിവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് നമ്മളിപ്പോൾ റൂമിൽ പോവാണ്. നമുക്കിപ്പോഴാണ് ഈ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ റൂമിൽ പോകുന്ന കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഓക്കെ, അപ്പോൾ നമ്മളോട് റൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് വളരെ വലിയൊരു റൂമാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ നല്ല ഫെസിലിറ്റി ഒക്കെ നല്ലൊരു റൂമിങ്ങാണ്. നമുക്ക് ഇഷ്ടം പോലെ റൂംസും ബാത്റൂംസും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു റൂമിങ്ങാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പുറത്ത് ബീച്ചും പൂൾ അങ്ങനെയുള്ളടത്തേക്ക് പോവുക. അപ്പോൾ ഈ ഒരു റൂമിൽ നമുക്ക് കിട്ടുന്ന ബീച്ചും ഒക്കെ വളരെ സൂപ്പറാണ്. അതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ വിഷ്വൽസിലേക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ് ഒരു ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു ഡൈനിങ് ടേബിൾ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു കിച്ചൺ ഉണ്ട്. ഇവിടെ അത്ര വലുതല്ല. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് എൻട്രൻസ് ആണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഒരു ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ വലിയൊരു ബാൽക്കണി തന്നെയാണ്. നമുക്ക് വളരെ വെയിലാണ് ഏറ്റവും വേളം, അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പക്ഷേ വളരെ വലിയൊരു ബീച്ചുമാണ്. ഇവിടെ താങ്കൂടെ അറ്റം ബീച്ചാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം വളരെ നല്ലൊരു വ്യൂ തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. നമുക്ക് റോഡ് വ്യൂ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് കുറേ ഒട്ടകങ്ങൾ ആ ഒരു സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ വളരെ വലിയൊരു വ്യൂ തന്നെയാണ്. വളരെ നമുക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന വളരെ നല്ല വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എൻട്രൻസ് റൂമിലേക്ക്. ഇവിടെ നമുക്ക് വേറെ ബാത്റൂം, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു എൻട്രൻസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ടി വിക്ക് സെക്കൻഡ് ഒരു ഹോളാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ബെഡും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ പൂളിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ താഴെയാണ് പൂള് അതേപോലെ തന്നെ നമുക്ക് അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും പിന്നെ അങ്ങനെയുള്ള സ്പായൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ലഗേജൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പൂളിലേക്കുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പൂളിൽ ഇറങ്ങിയപ്പോൾ കയറിയിട്ടാണ് ഈ പൂളിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നമ്മളിവിടെ ഈ ഹോട്ടലിൽ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. വളരെ വലിയൊരു റിസോർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കുറേ പ്രോഗ്രാംസും ഡാൻസ് ക്ലബ്ബൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നാഷണൽ ഡേ സ്പെഷ്യലായിട്ട് ഒരുപാടധികം പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ റൂമിൽ പോകുന്നതിനേക്കാൾ മുമ്പ് നമുക്കിതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡിന്നർ കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഈ ഡിന്നർ കഴിക്കുന്നത് 7 ഹൈറ്റ്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഇവിടെ തന്നെയാണ് നമ്മൾ രാവിലെയും കഴിച്ചത്. കാരണം നമുക്ക് അൺലിമിറ്റഡ് ഫുഡ് ഏഴ് റെസ്റ്റോറൻറ്റിൽ നിന്നുണ്ട്, പക്ഷേ അതൊക്കെ ഫുള്ളി ബുക്ക്ഡാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു വേറെ സ്ഥലത്ത് നിന്ന് കഴിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നർ കഴിക്കുന്നതിൻ്റെ കൂടുതൽ വിഷ്വൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മളൊന്നുമില്ല, നമ്മൾ റൂമിൽ ചെല്ലുക, ഉറങ്ങുക, എന്നിട്ട് നാളെ രാവിലെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാംസ് നടക്കാൻ പോകുന്നത്. നാളെ രാവിലെ നമുക്ക് ഈ ഒരു ക്ലബ്ബുണ്ട്, ടീംസ് ക്ലബ്ബുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഉണ്ടാക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക്. പിന്നെ വാട്ടർ സ്പോർട്സ് ഉണ്ട്.
അതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് ഈ പാർട്ട് 1 എൻ്റെ ആണ്. അപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ ഡേ 2 ഇറക്കുന്നതായിരിക്കും. അപ്പം അതുവരെ സ്റ്റേ സേഫ്, ഗുഡ് ബൈ.